അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തുടരണമെന്ന് നിർദ്ദേശം. മോഹൻലാലിനോട് ഇക്കാര്യം അമ്മ അഡ്ഹോക് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മറ്റ് പദവികളിലേക്കുള്ളവരെ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനിക്കും. അമ്മ ജനറൽ ബോഡി ഈ മാസം 22-ന് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതേ തുടർന്നുള്ള ലൈംഗിക ആരോപണങ്ങളും ഇതേ തുടർന്നാണ് മോഹൻലാൽ ഉൾപ്പെടെയുള്ള അമ്മ ഭാരവാഹികൾക്ക് ഈ പദവികളിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു. പ്രത്യേകിച്ചും ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വന്നു. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ തന്നെ വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മറ്റ് ആരോപണ വിധേയനായിട്ടുള്ള പലരും ഈ പദവികളിൽ ഉണ്ടായിരുന്നവരാണ്. മറ്റ് കമ്മിറ്റികളുടെ കാര്യത്തിൽ, ഈ അമ്മ ഭാരവാഹികളുടെ കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ടോ? നവമി, ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ തുടരണമെന്ന ഒരു നിർദ്ദേശമാണ് അമ്മ അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മറ്റ് ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ടോ? ടോം, 22-ാം തീയതിയാണ് ജനറൽ ബോഡി ചേരുന്നത്. അതിലായിരിക്കും മറ്റ് അംഗങ്ങളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുക. ഇപ്പോൾ ഇന്നലെ അഡ്ഹോക് കമ്മിറ്റി ഒരു യോഗം ചേർന്നു. ആ യോഗത്തിലാണ് മറ്റംഗങ്ങൾ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലും പ്രസിഡന്റ് സ്ഥാനത്ത് മോഹൻലാൽ തന്നെ തുടരണം. മോഹൻലാൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നാണ് ഒറ്റക്കെട്ടായി മറ്റ് അംഗങ്ങൾ തീരുമാനമെടുത്തത്. ഇത് മോഹൻലാലിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷെ അദ്ദേഹം മറ്റു മറുപടികളൊന്നും പറയാൻ തയ്യാറായിട്ടില്ല. എന്തായാലും 22-ാം തീയതി ചേരുന്ന ജനറൽ ബോഡി യോഗത്തിലും മറ്റംഗങ്ങളും, ഈ സംഘടനയിലുള്ള മറ്റംഗങ്ങളും ഒക്കെ ഈ ഒരു ആവശ്യം ഉന്നയിക്കുമെന്നാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ തന്നെ വീണ്ടും പ്രസിഡന്റ് ആയതിനു ശേഷം അമ്മ നേതൃത്വം മുന്നോട്ട് പോകുമെന്നാണ്. അങ്ങനെ ആയിരിക്കും ഇനിയുള്ള അവരുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ അവസാനിപ്പിക്കാൻ ഒരു തീരുമാനമുണ്ടല്ലോ. എന്താണ് ഈ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനം? എന്താണ്? ടോമി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിലെ ഓരോ പരാതിക്കാരെ, ഇതിൽ ലൈംഗിക ആരോപണം അടക്കം ഉന്നയിച്ചവരെ പ്രത്യേക അന്വേഷണ സംഘം പോയി കണ്ട് അവരിൽ നിന്നും പരാതിയൊക്കെ വാങ്ങിയിരുന്നു. പക്ഷെ ചിലർ മാത്രമേ പരാതി ഉന്നയിക്കാൻ തയ്യാറായിട്ടുള്ളൂ. ഏകദേശം 27ഓളം പരാതികൾ ലഭിച്ചു. പക്ഷെ പിന്നീട് അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അതായത് പരാതിക്കാർ പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഈ പരാതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പരാതികൾ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതിൽ ചിലതിൽ മാത്രമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മുകേഷിനെതിരെ, ഇടവേള ബാബുവിനെതിരേക്ക് മാത്രമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ സിദ്ദിഖിനെതിരായിട്ടുള്ള പരാതികളിലൊക്കെ അന്വേഷണം പുരോഗമിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതുമൊക്കെ മന്ദഗതിയിലാണ്. പലപ്പോഴും പരാതിക്കാർ ഇത് ഈ അന്വേഷണത്തോട് താല്പര്യം പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ മൊഴിയടക്കം നൽകുവാനോ. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട 21 പരാതികളിൽ 21 കേസുകൾ അവസാനിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതേ തുടർന്നാണ് അമ്മ ഭാരവാഹികളുടെ കാര്യത്തിലും ഒരു തീരുമാനം ആകുന്നത്. അതായത് മോഹൻലാൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്ന് അഡ്ഹോക് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് പദവികളിലേക്കുള്ളവരുടെ കാര്യത്തിലും ഈ മാസം 22-ന് ചേരുന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമുണ്ടാകും. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.